ഈ ആദ്യമായിട്ട് നടത്തുന്നതാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഫാഷൻ ഷോ എന്ന പരിപാടി ഞങ്ങൾ കണ്ടു. ഒന്നിനും തോക്കാൻ നമുക്ക് മനസ്സില്ല, തോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനുള്ള അവസരങ്ങൾ എന്തുണ്ട്, അത് നമ്മൾ ചെയ്യണം. 4 സ്റ്റേറ്റ് അവാർഡും ബാക്കി നിരവധി ചെറിയ അവാർഡുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് F0 എന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ല, എൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെ ഞാനിന്നുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഉളിക്കലിൽ അടുത്തായിട്ട് കോക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണുള്ളത്. മാതാ നഴ്സറിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു നഴ്സറിയിലേക്ക് വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഷാജി മാത്യു എന്ന് പറയുന്നവരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വലിയൊരു നഴ്സറി മാത്രമല്ല കേട്ടോ അദ്ദേഹം നടത്തുന്നത്. 7 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വലിയ രീതിയിൽ കൃഷി ചെയ്യുക എന്ന് മാത്രമല്ല, അതിനൊക്കെ ഒത്തിരി അവാർഡൊക്കെ വാങ്ങിച്ചു കൂട്ടിയ ഒരു വ്യക്തിയാണ് ഷാജി മാത്യു എന്ന് പറയുന്നത്. ഉൾക്കരുത്ത് കൊണ്ടാണ് ഇദ്ദേഹം ഇന്ന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് സമൂഹത്തിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുമായിട്ട്. ഇന്ന് ഞാനിവിടെ വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്, അതായത് ഷാജി പീറ്റക്കണ്ടി എന്ന് പറയുന്ന, മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോ തുടക്ക കാലഘട്ടം, അതായത് വ്ളോഗിങ് തുടക്ക കാലഘട്ടത്തിൽ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മഞ്ഞളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇദ്ദേഹമായിരുന്നു അവിടെ തന്നെ കൊണ്ടുപോയത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഷാജിയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ഷാജിയേട്ടൻ. ഷാജിയേട്ടൻ ഇത് നഴ്സറിയിലെ ചെറിയ ചെറിയ വർക്കൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു നഴ്സറിയാണ് കേട്ടോ, വലിയ ഏരിയയിൽ തന്നെ വരുന്നുണ്ട് ഈ ഒരു മാതാ നഴ്സറി. നഴ്സറിയിലെ പല കാര്യങ്ങളും, കാരണം ഇവിടെ ജോലിക്കാരുണ്ട്, എന്നാലും ആ ജോലിക്കാരുടെ കൂടെ നിന്നിട്ട് തന്നെ ഓരോ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാജിയേട്ടാ നമസ്കാരം. ഓക്കെ, ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ഇൻഡസ്ട്രിയൽ വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇത്രയും നന്നായിട്ട് ഇവിടെ ഒരു സംരംഭം ചെയ്യുന്നുണ്ട്, അതെന്തായാലും നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. കാണാൻ പറ്റിയൊരു വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു രീതിയിലേക്ക് ആയിട്ട് ഇപ്പോൾ എത്ര വർഷമാണ്? ഇത് ചെറിയ പ്രായത്തിൽ തന്നെ ആയതാണ് ഇങ്ങനെ ഒരു? ഇല്ല, എനിക്ക് 6-ാം വയസ്സിലാണ് പോളിയോ ബാധിച്ചത്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ്. 6-ാം വയസ്സിൽ പോളിയോ ബാധിച്ചത്. അത് ഞാൻ 5 കിലോമീറ്റർ അപ്പുറമായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. കോട്ടപ്പാറ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് കുടിയേറിയവരാണ്. ഞങ്ങൾ 4 മെമ്പേഴ്സാണ് ഞങ്ങൾ ഒട്ടായുള്ളത്. അപ്പോൾ ഞാനാണ് ഇളയ ആൾ. എനിക്കിങ്ങനെ പോളിയോ ബാധിച്ചു. കംപ്ലീറ്റ് കടന്നടപ്പായി പോയായിരുന്നു. 15 വർഷത്തോളം കംപ്ലീറ്റ് ചികിത്സ വേണ്ടി വന്നു. അതിനുശേഷം പാരമ്പര്യ കൃഷിക്കാരായതിൻ്റെ പേരിൽ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മച്ചിയുടെ ഒപ്പം ചേട്ടന്മാരെ കൊടുത്ത് കൃഷിയിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇനി എന്താണ്, വേറെ പ്രത്യേകിച്ചൊന്നും എണീറ്റ് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലായിരുന്നു അന്ന്. എന്തായാലും ഞാൻ പാരമ്പര്യ കൃഷിയിലേക്ക് ഇറങ്ങി. ദൈവം എന്നെ നല്ലൊരു നിലയിൽ ഇപ്പോൾ എത്തിച്ചു. മെയിനായിട്ട് ബുദ്ധിമുട്ടെന്ന് പറയാൻ കാലിന് മാത്രമേ കൈകുത്തി നടക്കാമായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായുള്ളൂ വീൽ ചെയറൊക്കെ കയറിയിട്ട്. അതുവരെ ഞാൻ നിരവധി അവാർഡുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് കാലിന് മെയിൻ പ്രശ്നം കാലിനാണ്. കൈകുത്തി നടക്കും. കൈകുത്തിയിട്ട് നടത്തും. എവിടെ പോകുന്നുണ്ടെങ്കിലും മല കയറും, മരത്തെ കയറും, എല്ലാം ചെയ്യും. മരത്തേലൊക്കെ കയറുമായിരുന്നു. എല്ലാം ചെയ്യുമായിരുന്നു. അത് ശരി, ഒരു കാര്യത്തിനും വിട്ടുകൊടുക്കുകയായിരുന്നു. ഓക്കെ, അത് കൃഷിയൊക്കെ എങ്ങനെയായിരുന്നു? പറമ്പിലായിരുന്നു. അത് ഞങ്ങളുടെ ഇവിടുന്ന് 5 കിലോമീറ്റർ കോട്ടപ്പാറ സ്ഥലത്ത് കൃഷിയായിരുന്നു. അവിടെ കുടുംബസ്ഥ 15 ഏക്കർ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കൃഷി ചെയ്യുമായിരുന്നു. അല്ല, കുന്നും പ്രദേശം, ചെങ്കുത്തായ പ്രദേശമായിരുന്നു. ഇവിടുന്ന് ഞങ്ങളുടെ 1500 അടി ഹൈറ്റുണ്ട്. സമുദ്രത്തിൽ 1500 അടി ഹൈറ്റിലെ കുന്നും പ്രദേശം. അവിടെ ആ പ്രദേശത്തായിരുന്നു ഞങ്ങൾ കൃഷി ഇറങ്ങിയത്. അത് ജോലിക്കാരെ വെച്ച് എല്ലാം ഇത്രയും കൃഷി മുഴുവൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മൾ ചെയ്ത് അവരെയും കൂടി ചെയ്യിക്കണം. നല്ല കൃഷി ലാഭകരമാക്കാൻ പറ്റുള്ളൂ. അല്ല, ഷാജിയേട്ടനും പറമ്പിൽ ആക്റ്റീവാണ്. ഞാൻ വളരെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീൽ ചെയർ കയറി ഇപ്പോഴാണ്. എന്നിട്ട് ഞാൻ വീണ്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അന്നേരം എനിക്ക് വയ്യാവുന്ന അവസ്ഥ വരത്തില്ല. ഏതവസ്ഥ വരുന്നോ ആ അവസ്ഥ കൈകാര്യം ചെയ്യും. ഇപ്പോൾ പനി വന്നോ, കൈകുത്തി നടക്കുകയാണെങ്കിൽ ആ രീതി കൃഷി ചെയ്തു. അത് കഴിഞ്ഞപ്പം കാലിന് സുഖമില്ലാതെയായി, അപ്പോൾ വീൽ ചെയറിലായി. ഒരിക്കലും വിടത്തില്ല. നമ്മൾ ഒരിക്കലും തോറ്റു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവം ഓരോരോ കഴിവ് വരും, നമ്മൾ കാണിച്ച് പ്രയോഗിച്ച് വെക്കണം. സാധാരണ നമ്മളെപ്പോലുള്ള എല്ലാ സാധാരണ മറ്റുള്ള രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ചില ഇലക്ട്രോണിക് ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ലോട്ടറി വിൽപ്പന അങ്ങനെയൊക്കെ. ഞാൻ നേരെ ഡിഫറൻ്റാണ്. ഞാൻ കാർഷിക മേഖലയിൽ നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ കൃഷിയിൽ മല്ലിട്ട് ജയിക്കാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും മൽപ്പിടം തന്നെയാണ്. അല്ല, വേറൊരു കാര്യം ചേട്ടാ, നല്ല ആരോഗ്യമുള്ളവർ പോലും ചെയ്യാൻ ഇത്ര ധൈര്യപ്പെടുന്നില്ല. ഞാൻ ചിലപ്പോൾ പോകുന്നതാണ് ഉപയോഗിക്കാൻ അറിയിച്ച. അങ്ങനെ പേടിക്കാൻ പാടില്ല. നമുക്ക് ധൈര്യത്തോടെ എന്ത് കാര്യം ചെയ്താൽ വിജയിപ്പിക്കാൻ കഴിയുന്നുള്ള 100% എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ല, ഈ ഒരു നഴ്സറി കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഞാനിവിടെ വരുന്ന സമയത്ത് വരെ ഇത്രയും വലിയൊരു നഴ്സറി നിങ്ങളോട് ചെയ്യുന്നത് ഞാൻ അറിയില്ല. ഞാൻ ചെറിയൊരു നഴ്സറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുതുണ്ടല്ലോ. അല്ല, എൻ്റെ നഴ്സറി വേറെ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾ സാധാരണ നഴ്സറി എന്ന് എല്ലാവരും പറയുമ്പം നഴ്സറി അവരെന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ച് വിൽക്കുകയാണ് നഴ്സറിയിൽ, കാർഷിക മേഖല നഴ്സറിയിൽ. എൻ്റെ ഗവൺമെൻറ് അപ്രൂവൽ നഴ്സറിയാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഗ്രികൾച്ചർ സാധനങ്ങൾ കൊടുക്കും. എൻ്റെ സ്വന്തമായി ഞാൻ പറമ്പത്തിൽ നിന്ന് ഉണ്ടാക്കി അതിന് കമ്പെടുത്ത് ബഡ് ചെയ്ത് 100% വിശ്വാസത്തിൽ കൊടുക്കാൻ കഴിയും. അതാണ് ഞാൻ കൊടുക്കുന്ന സാധനത്തിന് ഞാൻ 100% ഗ്യാരണ്ടി പറഞ്ഞ് ധൈര്യത്തോട് കൊടുക്കും. അതായത് എനിക്കത് അതിൻ്റെ ധൈര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സാധനമാണ് എനിക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയും. വാങ്ങിച്ചു കൊടുക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് എത്രയാണെന്ന് പറയാൻ കഴിയില്ല. അതാണ് എൻ്റെ നഴ്സറി ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ്, ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കും, തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കും.
അതെങ്ങനെ വീടുകളിലാണോ അല്ലെങ്കിൽ ആവശ്യക്കാരനുസരിച്ച് വീടുകൾ ഇപ്പോൾ 5 തോട്ടം പിടിപ്പിക്കാൻ വേണ്ടി ഏറ്റെടുക്കും. അവരാവശ്യപ്പെടുന്ന ഏത് രീതിയാണോ നമ്മളെ വ്യവസ്ഥ പറഞ്ഞ് ആ ഗ്യാരണ്ടി പ്രകാരം ചെയ്തു കൊടുക്കും. അവിടെയൊക്കെ ഞങ്ങൾ പോയി എൻ്റെ മേൽനോട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മേൽനോട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. വണ്ടി എടുത്ത് പോകും, സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തു. ഇന്നിപ്പോൾ പോകണ്ട, ഇന്ന് നിങ്ങൾ വരുന്നതിന് പോകാം. ഇന്ന് ചെറുപടിക്ക് 11 മണിക്ക് എത്തുമെന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ കുവൈറ്റിലുള്ള ഒരാളാണ്. അയാൾക്ക് തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കണം. തോട്ടവും വീടും പറമ്പും നമ്മൾ വീൽ ചെയറിലാണോ പിന്നെ എന്താ പറയുക നടക്കാൻ പറ്റില്ല, നമ്മൾ അതിനൊന്നും റെഡിയല്ല. അല്ലല്ല, നമുക്ക് അതിനെ വഴങ്ങേണ്ട ആവശ്യമില്ല. നമ്മളെക്കാളും വയ്യാതെ എത്ര വേണ്ട ആവശ്യം, നമ്മളൊക്കെ മഹാരാജാക്കന്മാരെ നമ്മൾ അംഗീകരിച്ചാൽ മതി. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കാണിച്ച് മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ചെയ്ത് കൊടുത്ത് എന്നെക്കാൾ ഉഷാറായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ വണ്ടിയൊക്കെ ഓടിച്ച് ഞങ്ങൾ പോകുന്ന സമയത്ത് എല്ലാവരും എങ്ങനെയാണെന്നുള്ളൊരു വിഷമമുണ്ട്. വെച്ചാൽ അന്നത്തെ സാമ്പത്തിക സ്ഥിതി ഒരുപാട് പ്രശ്നങ്ങളായിരുന്നല്ലോ. അതിനെല്ലാം അതിജീവിച്ച് കാണിച്ചപ്പോൾ അവർക്ക് ഒരുപാട് കണ്ടും കേട്ടും പഠിച്ചപ്പോൾ അവരൊക്കെ നല്ല രീതിയിലുള്ള എത്താനുള്ള അവസരങ്ങൾ ഇന്ന് ദൈവം കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അവാർഡിന്റെ കാര്യങ്ങൾ. അങ്ങനെ അവാർഡുകൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? അവാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കേരള സർക്കാരിന്റെ കാർഷിക മേഖലയിലുള്ള കർഷകോത്തമ അവാർഡ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് കർഷകോത്തമ അവാർഡ്. ഒരു കൃഷിക്കാരന് ഏറ്റവും വലിയ ബഹുമതിയാണ് കർഷകോത്തമ അവാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടം കൃഷി ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ബഹുമതിയാണ് കർഷകോത്തമ അവാർഡ്. 96 കർഷകോത്തമ അവാർഡ്, 2010 കർഷക തിലക്, സാമൂഹ്യ വകുപ്പിൻ്റെ അവാർഡ്, വീരാംഗന നടത്തുന്ന ഏറ്റവും നല്ല നഴ്സറികൾ അവാർഡ്, 4 സ്റ്റേറ്റ് അവാർഡും ബാക്കി നിരവധി ചെറിയ അവാർഡുകൾ എനിക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് പ്രായം കുറഞ്ഞ് മേടിച്ചിട്ട് കാർഷിക മേഖല മേടിച്ചിട്ട് ഞാനാണ് മേടിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഞാനാണ്. എനിക്ക് ആദ്യത്തെ അവാർഡ് ആയിരുന്നത് പിണറായി വിജയനാണ്. ആദ്യത്തെ അവാർഡ് ആയിരുന്നത് കാർഷിക വികസന ബാങ്കിൻ്റെ ലോൺ എടുത്തിട്ട് നല്ല ലോൺ എടുത്ത് കൃഷി ചെയ്ത എന്നുള്ള ബഹുമതി വെച്ചിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ആദ്യം തരുന്ന പിണറായി വിജയനാണ് ആദ്യം എനിക്ക് തരുന്ന അവാർഡ്. സാർ ഷാജിയുടെ സമ്മതിച്ചു കേട്ടോ. സാറിന്റെ പറഞ്ഞല്ലോ, എല്ലാ ആരോഗ്യം ഉണ്ടായിട്ട് പോലും നമ്മൾ പലതിനും മടിച്ചു നിൽക്കുകയാണ്. നല്ല ആരോഗ്യമുള്ള ആൾക്കാർ പോലും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മടിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് ഇത്രയും മാത്രം ചെയ്യുന്നത് മാത്രമല്ല, അതിനൊരു അവാർഡ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത്രയും അല്ല, നമ്മൾ ചെയ്ത് വാങ്ങിച്ച അവാർഡാണ്. അല്ല ഇരുന്ന് മേടിച്ച അവാർഡല്ല, പണിയെടുത്ത് പോരാടി മേടിച്ചാണ്, കാണിച്ചു കൊടുത്തിട്ട് മേടിച്ചാണ്. അല്ലാതെ ചുമ്മാ അങ്ങനെ ഇരുന്ന് കാണിക്കുന്നതല്ല. ഇപ്പം അന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. ശരി, ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും കുറച്ച് ഏജ് കഴിയുമ്പം വയ്യാത്ത അവസ്ഥ വരും, ഉറപ്പാണ്. നമുക്ക് പഴയ പ്രായം കഴിയുന്നത് നമുക്ക് എല്ലാവർക്കും വരെ സംഭവിക്കുന്നതല്ലോ. എങ്കിലും ഞാൻ ഏതവസ്ഥയിൽ എത്തുന്നോ ആ അവസ്ഥയിൽ കൈകാര്യം ചെയ്യുന്ന നമ്മൾ. അതുകൊണ്ട് ഇപ്പം 3 വർഷമായി എനിക്ക് കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ ചെറിയ വീൽ ചെയർ പാടാൻ വേണ്ടി റിമോട്ട് വീൽ ചെയർ എടുത്തു. ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടാനുസരണം എനിക്ക് എവിടെയും പോയി ഏത് അവസ്ഥയിൽ ഞാൻ കൈകാര്യം ചെയ്യും. ഏത് കയറ്റം ഏതൊക്കെ എങ്ങനെ ഇറങ്ങി ഞാൻ എല്ലാവരും കൊടുത്തി പോയി ഞാൻ ചെയ്യും. അതും എനിക്കൊരു വിഷയമല്ല. എല്ലാവിടെയും ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിലായിട്ടൊരു പിന്നെ എവിടെയോ ഒരു എറണാകുളത്തൊരു ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ നമ്മൾ പണിയെടുക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇങ്ങനെയുള്ള ആൾക്കാർക്കും ഒരുപാട് ആൾക്കാർക്ക് മടിയാണ് അങ്ങനെ ഇറങ്ങിച്ചില്ല എന്നുള്ളൊരു, നമ്മളെ കാണുമ്പോൾ എന്ത് വിചാരിക്കുന്നു, അങ്ങനത്തെ ഒരു ഫീലിങ്ങിന് ആവശ്യമില്ല. അതിൽ നിന്ന് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഇപ്രാവശ്യം ഒരു പുതിയ ആദ്യമായിട്ട് നടത്തുന്നതാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഫാഷൻ ഷോ എന്ന പരിപാടി ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾ 2 പേരാണ് ഇവിടുന്ന് കണ്ണൂർ ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയി അവിടെ ഞങ്ങൾ ഭംഗിയായിട്ട് ഷോ ഞങ്ങളെ കഴിയും ഞങ്ങൾ അവതരിപ്പിച്ചു. ഞങ്ങൾ അവിടെ കൈയടി മേടിച്ചിട്ട് വന്നു. അതേ വേണ്ടി ഞങ്ങൾക്കത് ഞങ്ങൾ മത്സരിക്കാമെന്ന് മാത്രമാണ്. ഒന്നിനും തോക്കാൻ നമുക്ക് മനസ്സില്ല, തോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനുള്ള അവസരങ്ങൾ എന്തുണ്ട്, അത് നമ്മൾ ചെയ്യണം, ചെയ്തിരിക്കണം, മറ്റുള്ള കാണിച്ചു കൊടുക്കണം. സംസാരത്തെ പോലെ എന്നേക്കാൾ ആവേശം കാണിക്കുന്നത് ആവേശം വേണം. ഭയങ്കര ഒരു ഉൾക്കരുത്താണല്ലേ ശരിക്കും. തീർച്ചയായിട്ടും ഈ ഫാഷൻ ഷോനെ എങ്ങനെ പിന്നെ അത് ഒരു ഗ്രൂപ്പ് നടത്തി, അവർ ഗ്രൂപ്പ് നടത്തിയാണ്. അവർ ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റിൽ നടന്നവരായിട്ട് അവർക്ക് തന്നെ ഇത്രയധികം ആൾക്കാർ വരുമെന്നോ ഇനി ഇത്ര വിജയിപ്പിക്കാൻ കഴിയുന്നോ അവർക്ക് വിചാരിച്ചില്ല. എത്ര പേര് പങ്കെടുത്ത ഫാഷൻ? 105 പേര്. അതെങ്ങനെയാണ് ശരിക്കും റാമ്പ് ഒക്കെ ഉണ്ടായിരുന്നു? സ്റ്റേജിനുള്ളിൽ നടക്കിയ റാമ്പ് ഇട്ടിരുന്നത് അവരുടെ ഉള്ളിലേക്ക്. എല്ലാവരും വീൽ ചെയർ വെച്ചിട്ട് എല്ലാവരും അവനവൻ്റെ വീൽ ചെയറിൽ അവനവൻ്റെ ഇതനുസരിച്ചുള്ള വീൽ ചെയറിൽ 3 മിനിറ്റേ സമയമുള്ളൂ. 3 മിനിറ്റ് കൊണ്ട് നമ്മൾ കറങ്ങി ഹൈ കഴിഞ്ഞപ്പോൾ കൂടെ. അത് എത്രത്തോളം പിന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു? ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾക്കൊന്നും ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ വളരെയധികം എന്താ പറയുക, അത് കണ്ടാലേ മാത്രമേ മനസ്സിലാവുള്ളൂ. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഓരോരുത്തരുടെ അവസ്ഥ, പ്രായം കൂടിയവരും കുറഞ്ഞവരും എല്ലാവരും ഒരുപാട് പേരുണ്ട്. എത്ര ഏജ് മുതലുള്ള ആൾക്കാർ? അത് ഒരുപാടുണ്ട്. 10-60 വയസ്സ് മേലുള്ളവരുണ്ട്. ചെറുതുണ്ട്. 10-18 വയസ്സ് വയസ്സൊക്കെ ഉണ്ട്. ചെറിയ അല്ല, വളരെ രസം കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്. നമുക്കിങ്ങനെ അവസരങ്ങൾ ഒരുക്കി തന്നതിന് നമുക്കൊരു എന്തിനു വേദി വേണ്ടേ. അങ്ങനെ ഓരോ വേദി വരുമ്പോഴാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് വരിക. എന്നാൽ എല്ലാവരും മടിച്ചിരുന്ന് പോകൂലേ. മടിച്ചിരിക്കാൻ പാടില്ല, ഒരിക്കലും ഇടിച്ചു കയറുക. അതാണ് നമ്മുടെ തത്വം. മടിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞു പോയി. അതൊക്കെ മുന്നേയുള്ള കാലം. ഇപ്പം എല്ലാവരും പണ്ടത്തെ പോലെ ഇപ്പം ആരും നമ്മൾ എന്താ ആവശ്യങ്ങളും ചോദിച്ചാൽ ചെയ്തു തരാനും സഹായിക്കാനുള്ള മനസ്സും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇന്ന് നമുക്ക്. എന്തായാലും കൂടുതലായിട്ട് ഷാജിയെ കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, വിളിക്കാൻ പറ്റുന്നവർ വിളിച്ചോട്ടെ. ഇതേപോലെ ഗാർഡൻ സെറ്റിങ്ങോ പരിപാടിയോ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അല്ലേ? തീർച്ചയായും നമ്മളെ കഴിയുന്ന സേവനങ്ങൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന സേവനം വെച്ചാൽ നമ്മൾ കാർഷിക മേഖല ഇന്ന് എല്ലാ കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്.
കൃഷി നഷ്ടമാണെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അതിനെയൊക്കെ ഡിഫറൻ്റ് ആക്കി കാണിച്ചു കൊടുക്കാനും കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ള തെളിയിക്കുക എന്നാണ് എൻ്റെ ഏക ലക്ഷ്യം. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ തോറ്റ് പിന്മാറുകയല്ല, എന്തിനും നമ്മൾ മത്സരിക്കാൻ തയ്യാറാണ്. അപ്പം നമ്മളിത് കാണിക്കുമ്പോൾ ഇതിനേക്കാൾ ശക്തിയുള്ള ആൾക്കാർ വരും, ഉറപ്പാണ്, നമുക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ വലിയ സന്തോഷം. താങ്ക് യു. ഇത്രയാണ് ഷാജിയുടെ വിശേഷങ്ങൾ, മാതാ നഴ്സറിയുടെയും വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ചെറിയൊരു കാര്യമല്ല നമ്മൾ കണ്ടല്ലേ. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുന്ന മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, എന്നാൽ ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന അങ്ങേ അറ്റം എന്നുള്ള രീതിയിലാണ് ഷാജിയേട്ടൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലായിട്ട് പോലും, ഈ ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിട്ട് പോലും അല്ലേ, ആ ഒരു കാഴ്ച നമ്മൾ കണ്ടല്ലോ. 7 ഏക്കറോളം വരുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം തന്നെയായിരുന്നു കൃഷി ചെയ്തത്. കാരണം ഒത്തിരി ജോലിക്കാരുണ്ടെങ്കിലും ആ ജോലിക്കാരുടെ കൂടെ നിന്നിട്ട് ആ ജോലി ചെയ്യാനും അദ്ദേഹത്തിന് ഒരു മടിയും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാൻ പറ്റിയുള്ളത്. അതേപോലെ ഒത്തിരി അവാർഡുകൾ അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ അറിയാൻ പറ്റും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏത് തൈകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും അത് വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിലും വലിയ രീതിയിൽ തന്നെ ഒരു ശ്രദ്ധ ഷാജിയേട്ടൻ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നത് പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.